അർജന്റീന ജയിക്കും എന്ന് പറഞ്ഞപ്പോൾ എതിർത്തുള്ള ഏമനെ വന്ന് ഓഫ് ചെയ്തതാണ്. പിന്നെ അയാൾ അലമ്പാണ് അപ്പുറത്തെ വീട്ടിൽ എപ്പോഴും കരിപ്പാ. കളി കഴിഞ്ഞോ? ഇന്നത്തെ ഇനി നാളെ. എടാ, ഇവിടെ കളി കാണാൻ വേണ്ടി വന്നിരുന്ന ആളുകളുടെ കയ്യിൽ മുഴുവൻ മൊബൈലില്ലേ? ഇവരുടെയൊക്കെ വീടുകളിൽ TV ഉണ്ടല്ലോ. ഇവർക്ക് അവിടെ ഇരുന്ന് കളി കണ്ടാ പോരെ? ഇവിടെ വന്നിട്ട് തന്നെ ഇത് കാണണമെന്ന നിർബന്ധം? അല്ല, നമ്മുടെ വീട്ടിൽ വലിയ TV ആണല്ലോ. അയൽവക്കത്തുള്ള എല്ലാവരും കൂടി നമ്മുടെ വീട്ടിലിരുന്ന് കാണുന്നത് ഒരു രസമല്ലേ? ഒരു അന്തസ്സല്ലേ നമുക്ക് വലിയ TV ഉണ്ടെന്നൊക്കെ പറയണത്. എടാ, വന്ന് കാണുന്നതിനല്ല, ഒരു വീട്ടിൽ വരുമ്പോ ഒരു മര്യാദ ഇല്ലേ മനുഷ്യർക്ക്? അമ്മ എങ്ങനെ സൂക്ഷിച്ച അടുക്കളയാണ് ഈ കാണുന്നത്? കേറി ഇറങ്ങി നടക്കുകയാണ് ആൾക്കാര്. ആ മൊയ്തു എന്ന് പറയുന്നില്ലടാ, ആ കട്ടി മീശൊക്കെ വെച്ചിട്ട് ഇവിടെ ഉള്ള ആ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം എടുത്ത് തിന്നിട്ട് നടക്കാണ്. ഞാൻ പറഞ്ഞു അച്ഛൻ. എന്ത് പറഞ്ഞു? അച്ഛന് ഇഷ്ടപ്പെടാനില്ല, ഒന്ന് സമാധാനം. അപ്പൊ നാളെ തൊട്ട് അവര് മര്യാദ എന്നാ പറഞ്ഞത്. നിന്നോടൊരു കാര്യം ഞാൻ പറയാം, മേലാൽ ഈ കളി കാണൽ ഇവിടെ നടക്കില്ല, ഈ കുടുംബത്തിൽ നടക്കില്ല. ഇവിടെ ഫുട്ബോള് തേക്കണം മൂടും. അച്ഛൻ എന്ത് മനുഷ്യപ്പെട്ടില്ലാത്ത വർത്താനമാണ് അമ്മയെ പറയണത്. എനിക്ക് അവരോട് ഇവിടെ വരണ്ടെന്ന് പറയാൻ പറ്റും? മന്മഥനാണെങ്കിൽ ലോകം മുഴുവൻ പറഞ്ഞു നടന്നേക്കാണ് ഇവിടെ വലിയ TV ഉണ്ട്, എല്ലാവരും കൂടി ഇവിടെ കളി കാണാൻ മന്നോന്നും പറഞ്ഞിട്ട്. എടാ, വരണ്ടെന്നല്ല, വരുമ്പോ ഒന്നും മര്യാദക്ക് പെരുമാറാനല്ലേ പറഞ്ഞുള്ളൂ. അമ്മ ഒരു 4 കൊല്ലം 5 കൊല്ലം കൂടുമ്പോഴാണ് ഇതുപോലത്തെ ഒരു വേൾഡ് കപ്പ് തന്നെ. അപ്പൊ എല്ലാ ചെറുപ്പക്കാരും കൂടി ഒന്ന് സന്തോഷിക്കണേന് എന്താണ്? ഇനി അമ്മക്കും അച്ഛനും വല്ല സൗകര്യമൊക്കെ ഞങ്ങൾ പിരിവിട്ടിട്ട് ഒരു വാടക വീട് അറേഞ്ച് ചെയ്ത് തരാം. തൽക്കാലം ഒരു മാസത്തൊക്കെ അങ്ങോട്ട് മാറും. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യണം? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ പറ. അല്ലാതെ ആരും വീട്ടിൽ വരാൻ പാടില്ല, മനുഷ്യനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മറിമായം